ഗ്രൗണ്ടൊക്കെ കണ്ടില്ലേ ഞങ്ങൾ നടക്കുന്നുണ്ട്. വേറെന്താ, ടീമിന്റെ ഒരു വരവിനെ കുറിച്ചുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ സർക്കാരിന് അതൊക്കെ മുമ്പേ വന്നല്ലേ. ഇനി എന്താ, ഇനി ബാക്കിയുള്ള സ്പോൺസർ പറയും കേട്ടോ. ഇപ്പോൾ ഈ മുനമ്പ് വിഷു ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് വന്നപ്പോൾ ഒരു ക്യാബിനറ്റിന്റെ അതിനകത്തൊരു തീരുമാനം, സർക്കാരിന്റെ ഒരു തീരുമാനം എന്താണ്? അവർക്ക് ഇത് അടയ്ക്കാനുള്ള, കരമടയ്ക്കാനുള്ളതിലേക്ക് നമുക്ക് ആ കോടതി വിധി പ്രകാരം നിലവിൽ സർക്കാർ വെച്ച കമ്മീഷൻ അതിന്റെ പ്രവർത്തനം തുടരാമെന്നോ ആ റിപ്പോർട്ട് പ്രകാരമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാമെന്നുള്ളതാണ്. ബാക്കിയുള്ള പരാമർശങ്ങൾ നമ്മൾ ശ്രദ്ധിക്കില്ല. കാരണം ഈ നമ്മൾ കൊടുത്ത പെറ്റീഷനുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ കമ്മീഷൻ റിപ്പോർട്ടുകൾ പഠിച്ച് അതെങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ വന്നിട്ടുള്ളൊരു ധ്വനി അതാണല്ലോ, വിധിൻ്റെ അന്തസത്ത അതാണല്ലോ. അപ്പോൾ അത് പ്രകാരമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം ആവശ്യമായ നടപടികളിലേക്ക് കടക്കും. ഇവിടെ മുമ്പും ഇപ്പോഴും ഗവൺമെൻറ് പറയുന്ന ഒരു കാര്യം, അവിടെ താമസിക്കുന്ന വീട്ടുകാരെ അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ ഇത് അനുഭവിക്കുന്ന കുടുംബങ്ങളെ അവരെ സംരക്ഷിക്കുക എന്നുള്ള നിലപാടിൽ ഇതേവരെ ഒരു മാറ്റമില്ല. ഇനി ഒരു മാറ്റം വരാൻ പോകുന്നു. ഒരു കാര്യം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പള്ളൂരിൽ സ്കൂളിലുണ്ടായ ഒരു വിഷയം, ഈ ന്യൂനപക്ഷ മാനേജ്മെന്റിന് കീഴിലുള്ള ഒരു സ്കൂളാണ്. അവിടുത്തെ ഈ ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം. അപ്പോൾ അതിന് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് കാര്യങ്ങളെ കൂടുതൽ വഷളാക്കി എന്നൊരു വിമർശനം വരുന്നുണ്ട്. മിനിസ്റ്റർ നമുക്ക് ഞാൻ സ്റ്റേറ്റിന്റെ ന്യൂനപക്ഷ വകുപ്പിന്റെ മന്ത്രിയാണ്. എല്ലാവരും ഒന്നിച്ച് സൗഹാർദ്ദത്തോടു കൂടി, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ ഒന്നിച്ച് പോകണം എന്നതാണ് ഞങ്ങളൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇങ്ങനെ വലിയ പർവ്വതീകരിച്ച് പറയാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആരാണെങ്കിലും, സ്കൂളാണെങ്കിലും മറ്റുള്ള ഏതാണെങ്കിലും അതിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചിലപ്പോൾ പറഞ്ഞത് ആ പ്രശ്നം തീർന്നുവെന്നാണ്, അല്ലാതെ മറ്റൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അവർ പരസ്പരം പറഞ്ഞു തീർന്നു, അത് പറയണ്ടേ, അദ്ദേഹം പറഞ്ഞല്ലോ. ഏതായാലും സൗഹാർദ്ദപരമായി തീർക്കണം എന്നുള്ള നിലപാടാണ് നമ്മളെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുന്നതാണ്. ഏത് പ്രശ്നമുണ്ടെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ വലുതാക്കി പറയേണ്ടതില്ല. ഒരു സ്കൂളിലൊരു ചെറിയ കാര്യമായിട്ട് ഇതിനെ കണ്ടാൽ മതി. നമ്മളൊക്കെ പറയുമ്പോൾ എന്നും സ്കൂളിൽ വടിയേറ്റ് മാഷുമാരൊന്ന് അടിയൊക്കെ കിട്ടുമായിരുന്നു. നമ്മളിങ്ങനെ പറഞ്ഞു നടക്കാറുണ്ടായിരുന്നില്ല. അതൊന്ന് തുടച്ചാൽ പോകുന്ന പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. മിനിസ്റ്റർ പറഞ്ഞ ഈ ഒരു മിനിസ്റ്റർ ഇപ്പോൾ സംസാരിച്ച പോലെ ആയിരുന്നില്ല മിനിങ്ങാന്ന് വിദ്യാഭ്യാസ മന്ത്രി സംസാരിച്ചതെന്നുള്ളതാണ്. അത് നമ്മളിനിപ്പോൾ നിങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മുമ്പൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ മാഷ് കൈ കാണിക്ക് കൊടുക്കും. മാഷ് ഒരു അടിയടിച്ചാൽ നമ്മളെ ട്രൗസറിലോ ഷർട്ടിലോ തുടച്ചാൽ തീരുന്ന പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ അടി. ഞങ്ങളിപ്പോഴും സൗഹൃദപരമായുള്ള അത്തരത്തിലൊരു അന്തരീക്ഷം കേരളത്തിലുണ്ടാവണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. ഗവൺമെൻറ്റും അത് ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ തമ്മിൽ ഏറ്റവും സൗഹാർദ്ദപരമായി ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അത് എല്ലാവരും കരുതണം, ആ രീതിയിൽ പോകണം. ആരുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് നമ്മുടെ ആളുകൾ, ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ നോക്കൂ, ഇവിടുന്ന് മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ സ്ഥിതി എന്താ? മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ ഇത്തരത്തിൽ പിന്നെ ഏത് ന്യൂനപക്ഷ വിഭാഗമാണെങ്കിലും മാന്യമായി സംസാരിക്കാനുള്ള അവകാശം പോലില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ കേരളം പോലുള്ള സംസ്കാര സമ്പന്നമായിട്ടുള്ള ഒരു സംസ്ഥാനത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, നമുക്ക് ഔദ്യോഗികമായ ഇത്തരത്തിൽ അറിയിപ്പൊന്നുമില്ല. അതൊക്കെ സാധാരണ ഉണ്ടാവുന്ന അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി എന്നൊക്കെ. പക്ഷെ നിലവിൽ ഔദ്യോഗികമായിട്ട് അത്തരത്തിൽ അറിയിപ്പൊന്നും നമുക്കുണ്ടായില്ല. പിന്നെ മറ്റെന്താ